റാക്കറ്റ് തിരിച്ച് മെഷീനിൽ വയ്ക്കുക, ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് മാനുവൽ മെഷീനാണ്. ഇപ്പോൾ വരുന്ന ഓട്ടോമാറ്റിക് മെഷീനാണെന്നുണ്ടെങ്കിൽ നോർമലി ഇത് നമ്മുടെ ടെൻഷൻ അതിൽ സെറ്റ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി വലിച്ചു നിർത്താം. ഇത് നമ്മൾ ഇതിൽ തന്നെ നമുക്ക് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 20 LPS എന്ന് പറയുന്നത് 26, 32 എന്ന് പറഞ്ഞ് വരും. നമ്മൾ ഈ റാക്കറ്റിൽ 26 ചെയ്യുന്നതുകൊണ്ട് 26 വെച്ച് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 26 ആണ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വലിച്ച് കറക്റ്റ് ആ 26 എത്തുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ലോക്കായി നിൽക്കും. പിന്നെ ഇത് അങ്ങോട്ട് ടെൻഷൻ ലൂസായി പോകത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഈ ലോക്ക് പിടിച്ചിടുക, ലോക്ക് ചെയ്ത് നടത്തുക. ഈ ലോക്ക് റിലീസായ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പിന്നെ അങ്ങോട്ട് നീക്കാൻ പറ്റത്തുള്ളൂ. Along the way, melodies we haven't played. No, I don't want no rest. പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് വലിച്ചു വരച്ചാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കൂടിയ റാക്കറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ തന്നെ ആദ്യം വലിച്ചു വരാം. സെൻറ്ററിൽ തന്നെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് 2 സൈഡിലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വലിച്ചു വരച്ചാണ് ചെയ്യുന്നത്. കുറച്ച് ബെറ്റർ ഏതാണ് ചെയ്യുന്നത്? ബെറ്റർ സെൻട്രയിൽ നിന്ന് വലിച്ച് ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ച്. അപ്പോൾ ടെൻഷൻ എല്ലായിടത്തും ഒരേപോലെ. അതേപോലെ 4 നോട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈക്വലായിട്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെ ടെൻഷൻ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വലിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് സ്പ്രിങ് വലിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കണക്കിനെ ഇങ്ങനെ വലിഞ്ഞ് വരത്തുള്ളൂ. അതായത് എവിടെ സ്പ്രിങ് വലിഞ്ഞാലും സെൻട്രലിലെ ടെൻഷൻ എപ്പോഴും ഒരേപോലെ ആയിരിക്കും 4 നോട്ടിട്ട് ചെയ്യാനാണ്.